നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമുക്കറിയാം LD എക്സാം അടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ. അതേപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മളിവിടെ സഹകാരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ ISRO സ്പേസ് ടെക്നോളജിയായിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട CAA, അതുപോലെ തന്നെ അമെൻമെൻറ്റ്സ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ചെയ്യും. അപ്പോൾ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു ജോഗ്രഫി ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സ്ഥിരമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അല്ലേ. അപ്പോൾ കേരള ജോഗ്രഫി 2023 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പാർട്ടിൽ തീരുന്ന ഒരു ക്ലാസ് അല്ല, സെക്കൻഡ് പാർട്ടിൽ ബാക്കി നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് നോക്കാം. അപ്പോൾ കേരള ജോഗ്രഫി 2023-24. ഓക്കെ, അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പുരസ്കാരം. എന്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പുരസ്കാരം? സ്വരാജ് ട്രോഫി ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പുരസ്കാരം. മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വെള്ളറടയാണ്. നമുക്ക് ഗ്രാമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ്? വെള്ളറട, തിരുവനന്തപുരത്താണ്. അതുപോലെ മറ്റൊരു സ്ഥലവും കൂടെ ഉണ്ട്, എടപ്പാൾ, മലപ്പുറം. അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? വെള്ളറട തിരുവനന്തപുരം, എടപ്പാൾ മലപ്പുറം. ഓക്കെ, നന്നായിട്ട് വെള്ളം എടുക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ മികച്ച ഗ്രാമമാവുള്ളൂ അല്ലേ. അപ്പോൾ മികച്ച ഗ്രാമമാണെങ്കിൽ നല്ല വെള്ളമൊക്കെ എടുക്കാൻ പറ്റണം. വെള്ളറട തിരുവനന്തപുരം, എടപ്പാൾ മലപ്പുറം അല്ലേ. ഗ്രാമങ്ങളിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിലല്ലേ കൃഷിയൊക്കെ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം എടുക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നല്ല ഗ്രാമപഞ്ചായത്ത് ആവുന്നവർക്ക് അതിൽ നിന്ന് രണ്ട് പേര് ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? വെള്ളറട തിരുവനന്തപുരം, എടപ്പാൾ മലപ്പുറം. ഇനി രണ്ടാം സ്ഥാനം വന്നതോ കള്ളിക്കാട്, അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. കള്ളിക്കാട് തിരുവനന്തപുരം. മൂന്നാം സ്ഥാനം പുത്തൂർ പാലക്കാട്. എന്തൊക്കെയാണ്? രണ്ടാം സ്ഥാനം കള്ളിക്കാട് തിരുവനന്തപുരം. ഈ കള്ളത്തരമൊക്കെ കാണിച്ചാൽ രണ്ടാം സ്ഥാനത്തായി പോകല്ലേ. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് കള്ളത്തരം കാണിച്ചുകൊണ്ട് കള്ളിക്കാട് തിരുവനന്തപുരം. മൂന്നാം സ്ഥാനത്ത് പുത്തൂർ പാലക്കാട്, പുത്തൂർ പാലക്കാട്. ഓക്കെ, അപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പുരസ്കാരത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നന്നായിട്ട് വെള്ളം എടുക്കാൻ പറ്റുന്ന സ്ഥലം, അതാണ് ഗ്രാമപഞ്ചായത്ത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്ഥാനത്ത് വന്ന രണ്ട് സ്ഥലങ്ങളാണ് വെള്ളറട, എടപ്പാൾ. വെള്ളറട തിരുവനന്തപുരത്താണ്, എടപ്പാൾ മലപ്പുറം. എന്നാൽ രണ്ടാം സ്ഥാനത്ത് വന്നതോ കള്ളിക്കാട്. ഓക്കെ, കള്ളിക്കാട് തിരുവനന്തപുരവും. മൂന്നാം സ്ഥാനം പുത്തൂർ പാലക്കാട്. ഓക്കെ, ഒന്നാം സ്ഥാനം ആണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ കുറച്ചൊന്ന് ട്വിസ്റ്റഡ് ആയിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് തേർഡ് പ്ലേസസിലേക്ക് സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് പോവാറുള്ളൂ. ഓക്കെ, ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, അത് പെരുങ്കടവിള. ഓക്കെ, ഇപ്പോൾ ബ്ലോക്കായിട്ടൊക്കെ തിരിക്കുമ്പോൾ ഭയങ്കര പെരുങ്കടമാവും അല്ലേ. അപ്പോൾ ബ്ലോക്കുകളായിട്ടൊക്കെ തിരിച്ച് വെക്കുമ്പോഴത്തേക്കും പെരുങ്കടമായിപ്പോവും. അപ്പം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പെരുങ്കടവിള. രണ്ടാം സ്ഥാനം അട്ടപ്പാടി. പെരുങ്കടവായാൽ പിന്നെ നമ്മൾ അട്ടപ്പാടിയായി പോവില്ലേ അല്ലേ. അപ്പോൾ പെരുങ്കടവിള ഒരിക്കലും ഒരു സ്ഥലത്തിനെ ഒന്നും അപമാനിക്കുന്നതല്ല കേട്ടോ, ജസ്റ്റ് അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കോഡ് പറഞ്ഞതാണ്. പെരുങ്കടവിള, രണ്ടാം സ്ഥാനം അട്ടപ്പാടി, മൂന്നാം സ്ഥാനം കഞ്ഞിക്കുഴി. അതായത് പെരുങ്കടവായി കഴിഞ്ഞാൽ നമ്മൾ അട്ടപ്പാടിയിലായി പോവും, കഞ്ഞിക്കുഴിയൊക്കെ മുട്ടും അല്ലേ. അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്തൊക്കെയാണ്? പെരുങ്കടവിള ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം അട്ടപ്പാടി, മൂന്നാം സ്ഥാനം കഞ്ഞിക്കുഴി. ഇപ്പോഴേ പഠിച്ചു പോവുക, ഇനി ഇത് നോക്കേണ്ടി വരരുത്. അപ്പോൾ നമ്മുടെ മികച്ച ഗ്രാമീണ തൊഴിലുറപ്പ് പുരസ്കാരം ഒന്നാം സ്ഥാനം ലഭിച്ച രണ്ട് സ്ഥലങ്ങൾ വെള്ളറട, എടപ്പാൾ. അതേപോലെ തന്നെ രണ്ടാം സ്ഥാനം കള്ളിക്കാട്, മൂന്നാം സ്ഥാനം പുത്തൂർ പാലക്കാട്. ഇനി എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോഴോ പെരുങ്കടവിള, അട്ടപ്പാടി രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം കഞ്ഞിക്കുഴി. അടുത്തത് നഗരമേഖലയിൽ. നമുക്കറിയാം നഗരമേഖലയിൽ നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. ഓക്കെ, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്ന ആ പേര് മാറ്റിയ വർഷമൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ, 2010. ഓക്കെ, അങ്ങനെ നഗരമേഖലയിൽ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ഏതാണ്? കൊല്ലം. ഓക്കെ, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ഏതാണ്? കൊല്ലമാണ്. ഇനി മികച്ച നഗരസഭ ഏതാണ്? വടക്കാഞ്ചേരി. ഓക്കെ,
വടക്കാഞ്ചേരി. രണ്ടാം സ്ഥാനം വൈക്കം. വൈ നോർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണ്? വടക്കാഞ്ചേരി 1, രണ്ടാമത് വൈക്കം. ഓക്കെ, വടക്കൊക്കെ വെക്കം പോണം അല്ലേ? മികച്ച നഗരസഭയാവുമ്പോൾ വടക്ക് വെക്കം പോണം എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ വടക്കാഞ്ചേരി വൈക്കം ഏതാണ് മികച്ച നഗരസഭ? വടക്കാഞ്ചേരി വൈക്കം. അപ്പോൾ നഗരമേഖലയിൽ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ കൊല്ലം. മികച്ച നഗരസഭ 1-ാം സ്ഥാനം വടക്കാഞ്ചേരി, 2-ാം സ്ഥാനം വൈക്കം. മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്തിടെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണത്? കോഴിക്കോടാണ്. ഓക്കെ, അടുത്തിടെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? കോഴിക്കോടാണ്. ഇതിനു മുമ്പ് ഒരു വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചിരുന്നു അല്ലേ? സിയാൽ, നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച എയർപോർട്ടാണ് അല്ലേ? അദാനി ഗ്രൂപ്പും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച നമ്മുടെ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? അത് കോഴിക്കോടാണ്. ഇനി ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാക്കുന്നത് ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. എന്താണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹരിത ഹൈഡ്രജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ട് ചേർന്ന് പോകുന്ന പൊല്യൂഷൻ ഉണ്ടാക്കാത്ത മലിനീകരണം, അതായത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഇന്ധനങ്ങളെയാണ് എന്ത്? ഹരിത ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഹരിത ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ എൻവയൺമെൻ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത ഇന്ധനങ്ങളെയാണ് നമ്മൾ ഗ്രീൻ എനർജി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൽ ഹരിത ഹൈഡ്രജൻ എന്താണ്? ഒരു ഗ്രീൻ എനർജിയാണ്. അപ്പോൾ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകാൻ പോകുന്നത് ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സിയാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് കരാറിൽ ഏർപ്പെട്ടത്? സിയാലും ഭാരത് പെട്രോളിയം. ഓക്കെ, സിയാലും ഭാരത് പെട്രോളിയം. സിയാലിൻ്റെ ചെയർമാൻ ആരാണ്? നമുക്കറിയാം, നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ. ഓക്കെ, പിണറായി വിജയനാണ് സിയാൽ ചെയർമാൻ. ഇനി സിയാലിൻ്റെ MD ആണെങ്കിലോ? സിയാൽ ചോദിച്ചു ചെന്ന നല്ല സുഹാസ്, നല്ല ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം അല്ലേ? അപ്പോൾ എസ് സുഹാസ്. ഓക്കെ, സിയാലിൻ്റെ MD എസ് സുഹാസ് ആണ്. സിയാലിൻ്റെ ചെയർമാൻ ആരാണ്? പിണറായി വിജയൻ. MD എസ് സുഹാസ്. അടുത്തത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിൻ്റെ ചെയർമാൻ ആരാണ്? ജി കൃഷ്ണകുമാറാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ചെയർമാൻ ആരാണ്? അത് ജി കൃഷ്ണകുമാർ. ഓക്കെ, ഇനി 2023 സംസ്ഥാനതല വനമഹോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദി ഏതാണ്? വനമഹോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയാണ് തേക്കടി. അപ്പോൾ വനമഹോത്സവം, വനത്തിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? തേക്കാണ് അല്ലേ? അപ്പം തേക്കടി 2023 സംസ്ഥാനതല വനമഹോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദി എവിടെയാണ്? തേക്കടിയാണ്. അതിൻ്റെ പ്രമേയം എന്താണ്? പങ്കാളിത്ത വനപരിപാലനത്തിൻ്റെ 25 വർഷങ്ങൾ. പങ്കാളിത്ത വനപരിപാലനത്തിൻ്റെ 25 വർഷങ്ങൾ. ഓക്കെ, ഇനി സംസ്ഥാനത്ത് നിയമവിരുദ്ധമായിട്ട് നികത്തിയ വയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും വിവരങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റവന്യൂ വകുപ്പ് ഒരു മോഡ്യൂൾ തയ്യാറാക്കി. അതിൻ്റെ പേരാണെന്ത്? വയൽ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതും വയലിടങ്ങൾ നികത്തുന്നതും ഒക്കെ എന്താണ്? നിയമവിരുദ്ധമാണ് അല്ലേ? നമ്മളറിയാം തണ്ണീർത്തട സംരക്ഷണം അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് കൺസർവേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കേരള അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ടോപ്പിക്കാണ് അല്ലേ? കേരള ഭരണ സംവിധാനത്തിൽ സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖലയാണെന്ത്? കേരള ഭരണ സംവിധാനങ്ങൾ അല്ലേ? കേരള ഭരണ സംവിധാനങ്ങൾ. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേഷനിൽ ഈ വെറ്റ്ലാൻഡ് കൺസർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ അതിൽ പറയുന്നതാണ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആക്ട്, നെൽവയൽ സംരക്ഷണ നിയമം. ഓക്കെ, ഇതെല്ലാം പറയുന്നത് എന്താണ്? വയലുകൾ നികത്തുന്നത് നിയമവിരുദ്ധമാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നിയമവിരുദ്ധമായിട്ട് നികത്തപ്പെട്ട വയലുകളെയും തണ്ണീർത്തടങ്ങളെയും പറ്റിയുള്ള ഇൻഫോർമേഷൻ ശേഖരിച്ച്, അപ്പോൾ അതിന് ആ പേരും അത് തന്നെയാണ്, വയൽ. ഓക്കെ, വയൽ. അടുത്തത് ഔദ്യോഗിക ജന്തു, വൃക്ഷം, പക്ഷി, ചെടി എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് മിക്കവാറും ചോദിക്കും. കാരണം നമുക്കറിയാം ഓരോ സംസ്ഥാനത്തിനും കേരളത്തിന് ഇപ്പോൾ മലമുഴക്കി വേഴാമ്പൽ പക്ഷിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ കരിമീൻ നമ്മുടെ മത്സ്യമാണ്, കണിക്കൊന്ന സസ്യമാണ് അല്ലേ, തെങ്ങ് നമ്മളുടെ വൃക്ഷമാണ് അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ സംസ്ഥാനത്തിനും ഉണ്ട് ഇല്ലേ. പുതുതായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുമുണ്ട് അല്ലേ, പുതുതായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ. പക്ഷേ ഔദ്യോഗിക ജന്തു, വൃക്ഷം, പക്ഷി, ചെടി എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ല, നമുക്ക് മാത്രം ഇതൊക്കെ വേണം എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. ഏതാണ് വൃക്ഷം? കാഞ്ഞിരം. ഏതാണ് വൃക്ഷം? കാഞ്ഞിരം. ഇനി പക്ഷി വെള്ളവരയൻ കടൽപ്പരുന്ത്. വെള്ളവരയൻ കടൽപ്പരുന്ത്. പക്ഷി ഏതാണ്? വെള്ളവരയൻ കടൽപ്പരുന്ത്. കാസർഗോഡ് എന്താണ്? നമ്മുടെ കടലും ആ ഒരു ബേക്കൽ ഫോർട്ടും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ബേക്കൽ ഫോർട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ല വെള്ളവരയനായിട്ടുള്ള ഒരു കടൽപ്പരുന്ത് ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ജന്തു ഏതാണ്? പാലപ്പൂവൻ ആമ. കണ്ടോ, കടലുമായിട്ട് അടുത്ത് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഏതാണ് ജന്തു? പാലപ്പൂവൻ ആന. ഇനി ചെടി ഏതാണ്? പെരിയ പോളത്താളി. പെരിയ പോളത്താളി. പെരിയ പോളത്താളി. അപ്പോൾ ഔദ്യോഗിക ജന്തു, വൃക്ഷം, പക്ഷി, ചെടി എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. വൃക്ഷം ഏതാണ്? കാഞ്ഞിരം. ഇനി പക്ഷി ഏതാണ്? വെള്ളവരയൻ കടൽപ്പരുന്ത്. ഇതാണ് വെള്ളവരയൻ കടൽപ്പരുന്ത്. ഇനി ജന്തു പാലപ്പൂവൻ ആമ. ഇത് കണ്ടോ, പാലപ്പൂവൻ ആമ. ഇനി വൃക്ഷം ഏതാണ്? പെരിയ പോളത്താളി. പെരിയ പോളത്താളി. അടുത്തത് അന്തരീക്ഷ മലിനീകരണമില്ലാതെ ശുദ്ധവായു ശ്വസിക്കാൻ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ പാളയം, തിരുവനന്തപുരത്താണ്. നമുക്കറിയാം സിറ്റീസിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലുള്ള ആൾക്കാരാണ് അല്ലേ. കാരണം എന്താണ്? അന്തരീക്ഷത്തിൽ മലിനീകരണം കൂടുതലാണ് അല്ലേ. അപകടകരമായ തോതിലുള്ള രാസവസ്തുക്കൾ കൂടുതലുള്ള സ്ഥലമാണ് നഗരങ്ങൾ. കാരണം എന്താണ്? കൂടുതൽ വാഹനങ്ങളുണ്ട്, കൂടുതൽ കെട്ടിടങ്ങൾ, ഫാക്ടറികൾ, പിന്നെ അതുപോലെ തന്നെ ജനസംഖ്യ കൂടുതലായിരിക്കും. ഇതെല്ലാം എന്താണ്? അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഓക്സിജൻ പാർക്ക്. അന്തരീക്ഷ മലിനീകരണം ഇല്ലാതെ കുറച്ച് നേരം നമുക്ക് നല്ല വായുവൊക്കെ ശ്വസിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഓക്സിജൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ പാർക്ക് ഇവിടെ നിലവിൽ വരുന്നു. അത് പാളയത്താണ്. ഇനി തിരുവനന്തപുരം ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ട്രിഡയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഓക്കെ, എന്താണ് ട്രിഡ? തിരുവനന്തപുരം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഈ ഒരു ഓക്സിജൻ പാർക്ക് നിലവിൽ വരാൻ മുൻപകൈ എടുക്കുന്നത്. ഇനി രാജ്യത്തെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം 18 വയസ്സായാലേ കുട്ടികളെല്ലാം ശ്രമിക്കുന്നത് എന്താണ്? ഒരു പാസ്പോർട്ട് എടുക്കുക, എങ്ങനെയെങ്കിലും വിസ സംഘടിപ്പിക്കുക, പുറം രാജ്യങ്ങളിൽ പോയിട്ട് രക്ഷപ്പെടുക അല്ലേ. പണ്ടത്തെ ആൾക്കാരൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും പുറത്ത് പോയി സെറ്റിൽ ആവാനാണ് കൂടുതലും കേരളത്തിലുള്ള പുതിയ കുട്ടികൾ ശ്രമിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതെ ശുദ്ധവായു ശ്വസിക്കാൻ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പാളയം, തിരുവനന്തപുരം. തിരുവനന്തപുരം ഡെവലപ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ട്രിഡയാണ് ഈ ഒരു ഓക്സിജൻ പാർക്ക് നേതൃത്വം നൽകുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഉച്ചകോടി. ഈ അടുത്തൊരു ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഉച്ചകോടി നടന്നിരുന്നു. അതെവിടെ വെച്ചാണ് നടന്നത്? തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഉച്ചകോടി എവിടെ നടന്നു? കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത്. ലോകത്തിൽ ഏറ്റവും അതായത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ പേര് ഓർത്ത് വെച്ചോളണം, ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. അർഹമായ ബീച്ച് ഏതാണ്? കോഴിക്കോട് കാപ്പാട് ബീച്ച്. നമ്മൾ പത്രക്കട്ടിങ്ങൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ പഠിപ്പിച്ചിരുന്നപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ലഭിക്കുന്നത്, കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ലഭിക്കുകയാണ് അല്ലേ കോഴിക്കോട് കാപ്പാട് ബീച്ചിന്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, ഓക്കെ, അവർ നൽകുന്ന ആ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് എവിടെയാണ് അല്ലെങ്കിൽ ആർക്കാണ്? കാപ്പാട് ബീച്ചിനാണ്.
അടുത്തത് സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺ പ്ലാൻ പ്രസിദ്ധീകരിക്കുന്ന ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ ബീച്ച് ഏതാണ്? അത് പാപനാശം ബീച്ചാണ്. ഏതാണ്? പാപനാശം ബീച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു ലോൺ പ്ലാനിൽ പ്രസിദ്ധീകരിക്കുന്ന ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ മറ്റു 2 ബീച്ചുകളുണ്ട്. ഗോവയിലെ പലോലവും ആൻഡമാൻ ആൻഡമാൻ ദ്വീപിലെ സ്വരാജ് ദ്വീപും. സ്വരാജ് ബീച്ചും. അപ്പോൾ പാപനാശം ബീച്ച്, ഗോവയിലെ പലോലം, ആൻഡമാനിലെ സ്വരാജ് ബീച്ച്. ഇത്രയാണ് സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺ പ്ലാൻ പ്രസിദ്ധീകരിക്കുന്ന ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ ഇന്ത്യയിലെ ബീച്ചുകൾ. 2023 പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാണ്? പച്ചക്കുതിര. ഒരു പച്ചക്കുതിരയാണ് നമ്മുടെ കേരള സർക്കാർ ലോട്ടറിയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോഗോ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2023 പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാണ്? അത് പച്ചക്കുതിരയാണ്. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം. ആദ്യത്തെ കൂൺ ഗ്രാമം ഏതാണ്? നന്ദിയോട്. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വരാനൊക്കെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം ഏതാണ്? അത് നന്ദിയോടാണ്. അടുത്തത് 2024 100ാം വാർഷികം ആഘോഷിച്ച സത്യാഗ്രഹം ഏതാണ്? നമുക്കറിയാം 1924 അല്ലേ, വൈക്കം സത്യാഗ്രഹം. 2024 100ാം വാർഷികം ആഘോഷിച്ച സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ തന്നെ ഐത്യത്തിനെതിരെ നടന്ന, ഐത്തം എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, തൊട്ടുകൂടായ്മ, അതിനെയാണ് ഐത്തം എന്നൊക്കെ പറയാം അല്ലേ. അതായത് താഴ്ന്ന ജാതി മുഗൾ ജാതി എന്നുള്ള ആ ഒരു വേർതിരിവ് വ്യത്യാസം, ഇതൊക്കെയാണ് ഐത്തം എന്ന് പറയുക. അതായത് താഴ്ന്ന ജാതി കഴിച്ച പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, അതേപോലെ തന്നെ കുറച്ച് കണ്ടാലേ മാറി നിൽക്കണം, തൊഴുതു നിൽക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരേ കിണറിൽ നിന്ന് വെള്ളം കുടിക്കില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പലയിടത്തും ആയിത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണിത്, വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആ ചുറ്റുവഴികൾ ചുറ്റും അതായത് എല്ലാ ജാതിക്കാർക്കും നടക്കണം എന്നുള്ള ആ ഒരു തരത്തിലുള്ള സമരമായിരുന്നു നടന്നത്. എന്നാണ് ഈ വൈക്കം ക്ഷേത്രത്തിന് മുമ്പിൽ ഈ ഒരു ധരണ അല്ലെങ്കിൽ ആ ഒരു സത്യാഗ്രഹം ആരംഭിച്ചത്? 1924 മാർച്ച് 30. ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ ആ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാനമുണ്ട് അല്ലേ. പറഞ്ഞു തുടങ്ങി അതിനെപ്പറ്റി ഒരുപാട് പറയേണ്ടി വരും. ജസ്റ്റ് നമുക്കിതിൽ നിർത്താം. അടുത്തത് മന്ദഹാസം പദ്ധതിയുടെ പുതുക്കിയ ധനസഹായം എത്രയാണ്? 10,000 രൂപയാണ്. എത്രയാണ്? മന്ദഹാസം പദ്ധതിയുടെ പുതുക്കിയ ധനസഹായം എന്താണ്? 10,000 രൂപ. അതായത് 60 വയസ്സ് കഴിഞ്ഞ ആ ഒരു വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ദന്തനിരകൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് പല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമാണിതെന്ത്? മന്ദഹാസം പദ്ധതി. ഇനി രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ധർമ്മടമാണ്. ആദ്യത്തെ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുന്നംകുളം പറയേണ്ടി വരും അല്ലേ, ഓട്ടോ ബജറ്റ്. പക്ഷേ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ധർമ്മടമാണ്. അടുത്തത് കുറഞ്ഞ ചിലവിൽ റേഷൻ കടകളിലൂടെ, ഇപ്പോൾ ഈ അടുത്ത റേഷൻ കടയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിച്ചവർക്കറിയാം, 2 കുപ്പി മിനറൽ വാട്ടർ, അതുപോലെ തന്നെ BPL കാർഡുള്ളവർക്കാണെങ്കിൽ 4-5 കുപ്പി വരെ കിട്ടും അല്ലേ. അപ്പോൾ കുറഞ്ഞ ചിലവിൽ റേഷൻ കടയിലൂടെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. ഏതാണ്? കുറഞ്ഞ ചിലവിൽ റേഷൻ കടയിലൂടെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? സുജലം, നല്ല ജലം അല്ലേ. സുജലത്തിൻ്റെ അർത്ഥം എന്താണ്? നല്ല ജലം. അടുത്തിടെ പാട്ട് ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കോളനിയാണ് വാൽമുട്ടി, പാലക്കാട്. പാട്ട് ഗ്രാമം ഏതാണ്? വാൽമുട്ടി. അപ്പോൾ ഈ ചില സിനിമകളിലൊക്കെ കണ്ടില്ലേ, കുരങ്ങന്മാർ വാലൊക്കെ ഡ്രമ്മിൽ മുട്ടിയിട്ടല്ലേ പാട്ടൊക്കെ പാടുക അല്ലേ. അപ്പോൾ അതുപോലെ ഒരു എന്താ പറയുക, കുറച്ച് റൂറൽ ആയിട്ടുള്ള ഏരിയ ആണ്, അവിടെ ഇങ്ങനെ വാൽമുട്ടി പാട്ട് പാടുന്ന ഓർത്താൽ മതി. അപ്പോൾ പാട്ട് ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കോളനി ഏതാണ്? പാലക്കാട് വാൽമുട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ നിയോജക മണ്ഡലം. ഡിജിറ്റൽ സാക്ഷരത എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അല്ലേ. ലിറ്ററസി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യമുണ്ട്, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ ഈ അടുത്ത് വന്നതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കാം. സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ നിയോജക മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്,
കണ്ണൂർ. എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷനാണ് ഒന്നാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ, ഇടം എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇടം എന്താണ് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ നിയോജക മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് കാരണം എന്താണ്? ഇടം എന്നുള്ള ആ ഒരു പദ്ധതി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ്. ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പച്ചത്തുരുത്തുകളുള്ള ജില്ല, കുറവുള്ള ജില്ല, പച്ചത്തുരുത്ത് ജില്ല, മനസ്സിലായില്ലേ? പറയാമല്ല നമുക്ക്. ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. ഏറ്റവും കുറവ് എവിടെയാണ്? വയനാട്. ഓക്കെ, രണ്ടും വടക്ക് ജില്ലകളാണ് അല്ലേ? കാസർഗോഡ്, കണ്ണൂർ, വയനാട്. കാസർഗോഡ് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല, പക്ഷേ ഏറ്റവും കുറവ് ചോദിച്ചാലോ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന വയനാട്. ഇനി ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല എന്ന് ചോദിച്ചാലോ അത് തിരുവനന്തപുരമാണ്. ഓക്കെ, ഏതാണ്? തിരുവനന്തപുരം. ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഇനി ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എവിടെയാണ്? കിളിമാനൂർ. ഏതാണ് ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത്? കിളിമാനൂർ. ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്താണെങ്കിലോ അത് കൊടുമൺ. രണ്ടും ഓക്കെ, വെച്ച് തന്നെയാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത്, കിളികൾ ബ്ലോക്ക് ആയിട്ടാണ് പച്ചത്തുരുത്തിൽ പോകുന്നതെന്ന് ഓർക്കുക അല്ലേ? അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്, ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ. ഓക്കെ, പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, ബ്ലോക്ക് ആയിട്ടാണ് കിളി കൊണ്ടുപോകുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമൺ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ചോദിച്ചാൽ കാസർഗോഡ്, കുറവ് ചോദിച്ചാൽ വയനാട്. ആദ്യ പച്ചത്തുരുത്ത് ജില്ല എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്തോ അത് കൊടുമണാണ്. വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കോർപ്പറേഷൻ ഏതാണിപ്പം? നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കോർപ്പറേഷൻ ഏതായിരുന്നു? അത് തിരുവനന്തപുരമായിരുന്നു. ഇനി കുറവോ? ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കണ്ണൂരാണ്. ഇനി വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മുനിസിപ്പാലിറ്റി, നഗരസഭ എവിടെയാണ്? അത് ആലപ്പുഴ. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. കുറവ് ഏതാണ്? കണ്ണൂർ. കൂടുതൽ തിരുവനന്തപുരം, കുറവ് കണ്ണൂർ. ഇനി വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നഗരസഭ, മുനിസിപ്പാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. കുറവ് കൂത്താട്ടുകുളമാണ്. ഓക്കെ, കുളത്തു നിന്നൊക്കെ വോട്ടർമാർക്ക് വരാൻ പാടല്ലേ? അപ്പോൾ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭ ഏതാണ്? ആലപ്പുഴയാണ്. കുറവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂത്താട്ടുകുളമാണ്. വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത്. ഓക്കെ, പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് പണ്ടേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒളവണ്ണ. ഓക്കെ, ഒളവണ്ണ കോഴിക്കോടാണ് വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത്. കുറവാണെങ്കിലോ ഇടമലക്കുടി, ഇടുക്കി. ഓക്കെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യ അതിനനുസരിച്ചാണ് അല്ലേ? ഈ ഒരു ഇടമലക്കുടി, ഇടുക്കിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് PSC ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഏതാണ് ജനസംഖ്യ അല്ലെങ്കിൽ വോട്ടർമാർ കുറവുള്ളത് ബേസ് ചെയ്തിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് ഏതാണ്? ഒളവണ്ണ, കോഴിക്കോട്. ഏതാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത്? ഒളവണ്ണയാണ്, കോഴിക്കോട്. കുറവ് ഇടമലക്കുടി, ഇടുക്കിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം, കുറവ് കണ്ണൂർ. ഇനി വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നഗരസഭ ഏതാണ്? ആലപ്പുഴ, കുറവ് കൂത്താട്ടുകുളം. വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒളവണ്ണ, കോഴിക്കോട്. കുറവ് എവിടെയാണ്? ഇടമലക്കുടി, ഇടുക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോഗ്രഫിയുടെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. അന്ന് നമുക്ക് സ്വരാജ് ട്രോഫിയും അതുപോലെയുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ കേരളത്തിലെ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നോക്കാം. അപ്പം അടുത്ത ദിവസം നമുക്കൊരു മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ട് കാണാം. ബൈ.